നമ്മൾ ഒരുപാട് കാലമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു ടോപ്പിക്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം എന്ന് പറയുന്നത് ഭൂമിക്ക് പുറത്ത് എവിടെയെങ്കിലും ജീവനുണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ അന്വേഷിക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും എന്താണ് ഇതിന് ഇത്ര ഇമ്പോർട്ടൻസ്, ഈ ഭൂമിക്ക് പുറത്ത് വേറെ ജീവനുണ്ടോ എന്നുള്ളതൊക്കെ അന്വേഷിക്കേണ്ട ആവശ്യമുണ്ട്. ചില ആൾക്കാർ അങ്ങനെ ചിന്തിക്കാം അല്ലേ, ഭൂമിക്ക് പുറത്ത് ജീവനുണ്ടോ എന്ന് അന്വേഷിക്കാൻ മനുഷ്യൻ്റെ ഭ്രാന്താണോ, കുറേ പൈസ ചിലവാക്കിയിട്ട് അവിടെ ഗ്രഹങ്ങൾ നക്ഷത്രങ്ങളിലേക്കൊക്കെ അല്ലെങ്കിൽ മറ്റു ഗ്രഹങ്ങളിലേക്കൊക്കെ ഈ ഉപഗ്രഹങ്ങൾ അയക്കുന്നു, അല്ലെങ്കിൽ ജെയിംസ് വെബ് ടെലിസ്കോപ്പ് ഉപയോഗിച്ച് ഫോട്ടോ എടുക്കുന്നു. ഇതിനൊക്കെ ആവശ്യമുണ്ടോ? വെറുതെ കുറേ പൈസ ചിലവാക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ ജീവിച്ച് മരിച്ചു പോകുമെന്ന് മാത്രം ചിന്തിച്ചാൽ പോരെ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നമ്മൾ ഈ പ്രപഞ്ചം റിയലാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. ഈ പ്രപഞ്ചം റിയലാണ്, നമ്മൾ റിയലാണ്, ഇതെല്ലാം റിയാലിറ്റിയാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ കാണുന്നതിൽ സത്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ ഇത്ര വലിയൊരു പ്രപഞ്ചം, കോടാനക്കോടി നക്ഷത്രങ്ങളെല്ലാം അടങ്ങിയിട്ടുള്ള നമ്മുടെ ഗാലക്സി, അതേപോലെയുള്ള കോടാനക്കോടി ഗാലക്സിയിൽ അടങ്ങിയിട്ടുള്ള ഈ മഹാപ്രപഞ്ചം, ഈ മഹാപ്രപഞ്ചത്തിൽ നമ്മൾ ഈ കൊച്ചു ഗ്രഹത്തിൽ ജീവിക്കുന്ന മനുഷ്യന്മാർ, ഈ ഭൂമിയിൽ ജീവിക്കുന്ന കുറേ പുൽച്ചാടികളും കുറേ എലികളും കുറച്ച് കാക്കകളൊക്കെ ആയിട്ട് ജീവിക്കുന്ന വളരെ ചെറിയ ഒരു കൂട്ടം ജീവികൾ, നമ്മൾ മാത്രമാണോ ഈ പ്രപഞ്ചത്തിലുള്ളത്? ആ ഒരു ചോദ്യം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബുദ്ധിയുള്ള ആളുകളെല്ലാം ചിന്തിക്കുന്നൊരു ചോദ്യം തന്നെയാണ്. വളരെ ക്യൂരിയോസിറ്റി ഉള്ളൊരു ക്വസ്റ്റ്യൻ കൂടിയാണിത്. പഠിക്കാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീൽഡ് കൂടിയാണിത്. പക്ഷെ വേറെ ചില പ്രശ്നങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ചില സ്യൂഡോ സയൻസ് കാര്യങ്ങളൊക്കെ സ്പ്രെഡ് ആവാൻ സാധ്യതയുണ്ട്. കാരണം ചില ആളുകളൊക്കെ UFO കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കള്ളത്തരങ്ങളൊക്കെ പറയാറുണ്ട്. ഒരുപാട് നുണ പ്രചരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കാറുണ്ട്. അമേരിക്കയിൽ പ്രത്യേകിച്ച് പറഞ്ഞ പോലെ UFO അൺഐഡൻറ്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്ട്സ് കണ്ടു എന്ന പേരിലേക്ക്, അന്യഗ്രഹ ജീവികളെ കണ്ടു എന്ന പേരിലേക്ക് കാനഡ, അമേരിക്ക പോലെ രാജ്യങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ട് ഇത്തരം ന്യൂസുകളൊക്കെ സ്പ്രെഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഒരു സത്യം. അപ്പോൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നോക്കുന്നുണ്ടെങ്കിൽ ഭൂമിയുടെ സ്ഥാനം, സൂര്യനിൽ നിന്നുള്ള അകലം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ നമ്മൾ നോക്കുമ്പോൾ ഇത് ഗോൾഡി ലോക്ക് സോൺ ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യും. ഈ ഒരു ഏരിയ പറയുന്നത് ഗോൾഡി ലോക്ക് സോൺ ഏരിയ. അതായത് ഒരു നക്ഷത്രത്തിൽ നിന്ന് കൃത്യമായിട്ടുള്ള ഒരു അകലത്തിലായിരിക്കണം അതിൻ്റെ ഗ്രഹം നിലനിൽക്കുന്നുണ്ട് അന്ന് ഉണ്ടാവേണ്ടത്. ആ ഗ്രഹത്തിലായിരിക്കാം സ്വാഭാവികമായിട്ടും വെള്ളം ദ്രാവക അവസ്ഥയിൽ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതൽ. ഈ വെള്ളം ദ്രാവക അവസ്ഥയിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് അവിടെ ജീവൻ ഉണ്ടാവാനുള്ള ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സിൽ ഒന്നാണ്. ഓക്കെ, അപ്പോൾ ഭൂമിയെ പോലെ തന്നെ മറ്റൊരു ഗ്രഹം കൂടി നമ്മളുടെ സോളർ സിസ്റ്റത്തിനകത്ത് ഗോൾഡി ലോക്ക് സോണിൻ്റെ അകത്തുണ്ട്. അത് ഒന്നുമല്ല, ചൊവ്വാഗ്രഹമാണത്. പിന്നെ വേറൊരു കാര്യം കൂടി ഒന്ന് ആഡ് ചെയ്ത് പറയാനുള്ളത്, ഓക്കെ, ചില ആൾക്കാർ പറയുന്നൊരു കാര്യം, ഈ ഇതെല്ലാം തനിയെ ഉണ്ടായി, ഇതെല്ലാം നമ്മളുടെ പ്രപഞ്ചവും അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ജീവനെല്ലാം തനിയെ ഉണ്ടായി എന്ന് പറയുന്ന കുറേ ആളുകളുണ്ട്. നിസ്സാരവൽക്കരിച്ചിട്ട് ചുമ്മാ പൊട്ടി മുളച്ചുണ്ടായി, ഭൂമിയിലൊക്കെ ജീവൻ അങ്ങനെ ഉണ്ടായി, അങ്ങനെ ഉണ്ടായി, ഒരു ഭൂമിയുടെ സ്ഥാനത്തെക്കുറിച്ചൊക്കെ ചോദിച്ചാൽ അതങ്ങനെ നിന്നു, അങ്ങനെ വന്നു എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയോ, നമ്മൾ ഭൂമിയെ നിരീക്ഷിക്കുന്ന സമയത്ത്, ഭൂമിയുടെ സ്ഥാനം നിരീക്ഷിക്കുന്ന സമയത്ത്, ഭൂമിക്കകത്തുള്ള അന്തരീക്ഷ മർദ്ദം നിരീക്ഷിക്കുന്ന സമയത്ത്, ഭൂമിയിലെ ഓക്സിജന്റെ പ്രഷർ നിരീക്ഷിക്കുന്ന സമയത്ത്, ഭൂമിയിലുള്ള ഈച്ച് ആൻഡ് എവറി ഓരോ ഘടകങ്ങളും അന്വേഷിക്കുന്ന നമുക്ക് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇതാരോ കൃത്യമായിട്ട് അതവിടെ ഉണ്ടാവണം എന്ന്, അല്ലെങ്കിൽ ജീവൻ ഭൂമിയിൽ ഉണ്ടായേ പറ്റൂ എന്ന രീതിയിൽ വാശി പിടിച്ച് ചെയ്തവർ തോന്നും. അതായത് ഭൂമിക്ക് സ്വന്തമായിട്ടൊരു ഉപഗ്രഹത്തിനെ കൊടുക്കുക. ഭൂമിക്ക് ഉപഗ്രഹമായിട്ട് മൂണുണ്ട്, ഈ മൂണില്ലെങ്കിൽ ഭൂമി തീർന്നു. ഈ മൂണാണ് ഭൂമിയിൽ ബ്രേക്കായിട്ട് വർക്ക് ചെയ്യുന്നത്. ഭൂമിയുടെ സ്പീഡ് കൂടുതലായി കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂമിയെ ബ്രേക്ക് ചെയ്തിട്ട് അതിന് സ്പീഡ് കുറച്ച് വർക്ക് ചെയ്യും, കുറച്ച് സ്പീഡ്, ചെറിയ സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ ചന്ദ്രനാണ്. ഒരു ബ്രേക്കായിട്ട് വർക്ക് ചെയ്യണം. അതേപോലെ തന്നെ അത് മാത്രമല്ല, ഈ ചന്ദ്രൻ എന്ന് പറയുന്ന നമ്മുടെ ഉപഗ്രഹം ടൈഡൽ എഫക്ട്സ് ഉണ്ടാക്കുന്നുണ്ട് ഭൂമിയിൽ. അത് ഭൂമിയിൽ ജീവൻ ഉണ്ടാവാൻ പ്രധാന കാരണമാണ്. അതേപോലെ നമ്മൾ വേറൊരു കാര്യത്തിൽ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ചൊവ്വ, നമ്മളെ ഈ ചന്ദ്രൻ എന്ന് പറയുന്ന ഉപഗ്രഹം നമുക്ക് സോളാർ എക്ലിപ്സ് നൽകുന്നുണ്ട്. അതായത് നമുക്ക് അറിയാമല്ലോ, സൂര്യഗ്രഹണം നൽകുന്നുണ്ട്. ഈ സൂര്യഗ്രഹണ സമയത്ത് നമുക്ക് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കാനൊക്കെ സാധിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വേറെ ഒരു ഗ്രഹത്തിലും ഇതേപോലെ ഒരു പ്രതിഭാസം കാണാൻ സാധിക്കുന്നില്ല എന്നാണ് വിശ്വാസം. എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഭൂമിയിൽ ഉള്ള ഈ ഒരു കൃത്യമായിട്ടുള്ള അനുപാതം, കൃത്യമായിട്ട് രൂപത്തിൽ വെച്ചിട്ടുള്ള ഫൈൻ ട്യൂണിങ് എന്ന് പറയുന്നത് ഭൂമിയിൽ ജീവൻ ഉണ്ടാവാനും ജീവനെ ക്രമീകരിക്കാനും വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള പല ഘടകങ്ങളും കൂടി ചേർന്നിട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ വെള്ളം ദ്രാവക അവസ്ഥയിൽ ഉണ്ടാവുക എന്നുള്ളത് ഭൂമിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഏത് ഗ്രഹത്തെ സംബന്ധിച്ചിടത്താലും ശരി, അതിൽ ജീവൻ ഉണ്ടാവാനുള്ള പ്രധാന ഘടകങ്ങളിലൊന്നാണ്. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ ഗോൾഡി ലോക്ക് സോണിൻ്റെ അകത്ത് വരുന്ന മറ്റൊരു ഗ്രഹമാണ് ഈ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം. ഈ ചൊവ്വക്ക് അകത്തും ഇതേപോലെ വെള്ളം ഉണ്ടാവേണ്ടതല്ല, ദ്രാവക അവസ്ഥയിൽ വെള്ളം ഉണ്ടാവേണ്ടതെന്ന് ചോദ്യം വരും. അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടത് ശരിയാണ്,
സയൻറ്റിസ്റ്റുകൾ അതിനെക്കുറിച്ച് പഠിച്ച സമയത്ത് മനസ്സിലാക്കിയിട്ടുള്ളത് 3 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ചൊവ്വാഗ്രഹത്തിൽ വലിയ രീതിയിലുള്ള ഓഷ്യൻസ്, സമുദ്രങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നീട് അതിന് അന്തരീക്ഷത്തിൽ വന്ന ചില മാറ്റങ്ങൾ കാരണം പിന്നീട് അതെല്ലാം ഇല്ലാതായി പോവുകയായിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ നിഗമനത്തിൽ നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത്. 2017 റിസർച്ച് നടന്നിരുന്നു നാസയുടെ MRO എന്ന് പറഞ്ഞൊരു പേടകം ഉപയോഗിച്ചുകൊണ്ട്. അതായത് മാസ് റെക്കഗ്നൈസൻസ് ഓർബിറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേടകം ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ അത് കുറച്ച് ഫോട്ടോസ് എടുത്ത് ചൊവ്വയുടെ കുറച്ച് ഫോട്ടോസ് എടുക്കുകയും അതിൽ കുറേ ചാലുകളെ പോലെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ചാലുകളൊക്കെ പണ്ട് ഒഴുകി നടന്നിരുന്ന നദികളും പുഴകളും ഇതേപോലെ തന്നെ കടലുകളൊക്കെ ആയിരുന്നു, അല്ലെങ്കിൽ വലിയ വലിയ സമുദ്ര ഭാഗങ്ങളൊക്കെ ആയിരുന്നു എന്ന രീതിയിലാണ് റിസർച്ചേഴ്സ് പറയുന്നത്. സയൻറ്റിസ്റ്റുകൾ അതിനെക്കുറിച്ച് പറയുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു സ്റ്റഡി എന്ന് പറയുന്നത് ചൊവ്വാഗ്രഹത്തിൽ ഏകദേശം 11 മുതൽ 20 കിലോമീറ്റർ സർഫസിന് താഴോട്ട് പോവുകയാണെങ്കിൽ അവിടെ അതായത് മിഡ് ക്രസ്റ്റ് എന്ന് പറയുന്നൊരു ഏരിയയിൽ വലിയ തോതിൽ വെള്ളം കണ്ടെത്തി എന്നുള്ളത്. വലിയ തോതിൽ ദ്രാവകാവസ്ഥയിൽ വലിയ തോതിൽ വെള്ളം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കേൾക്കുന്നത് വലിയ തോതിൽ എന്ന് പറയുമ്പോൾ അത്ര വലിയൊരു എമൗണ്ട് ഉണ്ടാവാൻ സാധ്യത ഉണ്ടോ നമ്മൾ ആലോചിക്കും. അങ്ങനെയല്ല. അത് ആ ഒരു ഗ്രഹത്തിൻ്റെ ചുറ്റും നമ്മൾ പുതിയാണെങ്കിൽ, ആ വെള്ളത്തെടുത്ത് പുതിയാണെങ്കിൽ ഏകദേശം 1 കിലോമീറ്റർ മുതൽ 2 കിലോമീറ്റർ വരെ സർഫസിൽ വെള്ളം പൊന്തി നിൽക്കുന്ന രീതിയിൽ വലിയ രീതിയിലാണ് വെള്ളം കണ്ടെത്തിയിട്ടുള്ളത്. ഓക്കെ, ഇത് നാസയുടെ ഇൻസൈറ്റ് ലാൻഡറാണ് ഈ ഒരു റിസർച്ച് ഇതിൻ്റെ റിസൾട്ട് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞു വന്ന കാര്യം, ഇപ്പോൾ ചൊവ്വ ഗ്രഹത്തിനകത്ത് 3 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് വെള്ളം ഉണ്ടായിരുന്നു, നല്ല രീതിയിലുള്ള സമുദ്രങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു നമ്മളുടെ ഒരു നിഗമനം. അതിന് സപ്പോർട്ടീവായിട്ട് നമുക്ക് ചാലുകളുടെ ഫോട്ടോസ് എല്ലാം കിട്ടിയിരുന്നു അവിടെ. അതിന് കൂടാതെ ഇപ്പോൾ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അതിൻ്റെ ക്രസ്റ്റിൽ ഏറ്റവും താഴെ ഭാഗത്തായിട്ട് 11 മുതൽ 20 കിലോമീറ്റർ താഴെയായിട്ട് വലിയ രീതിയിലുള്ള വെള്ളത്തിൻ്റെ ലഭ്യത നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ചെറിയൊരു എമൗണ്ട് അല്ലാതെ അതിനെ മൊത്തം ചുറ്റി പൊതിയാൻ വേണ്ടി മാത്രമുള്ള വെള്ളം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇനിയും കൂടുതൽ റിസർച്ച് നടക്കാൻ പോകുന്ന ഒരു ടോപ്പിക് കൂടിയാണിത്. അപ്പോൾ നമ്മളെന്തായാലും ഇനി ഇൻഷാ അല്ലാഹ് നമുക്കിത് കൂടുതൽ പഠിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും ഭൂമി എന്ന് പറഞ്ഞ ഗ്രഹം അത് സ്പെഷ്യലാണ്. ഭൂമിയുടെ സ്ഥാനം സ്പെഷ്യലാണ്. ഭൂമിക്കകത്തുള്ള അന്തരീക്ഷ മർദ്ദം, ഭൂമിക്കകത്തുള്ള മറ്റു ഘടകങ്ങളെല്ലാം, അതേപോലെ ജൂപ്പിറ്റർ എന്ന് പറഞ്ഞ ഒരു ഗ്രഹം ഭൂമിയെ സപ്പോർട്ട് ചെയ്ത് വലിയൊരു ഗ്യാസ് ജയന്റ് ഭൂമിക്ക് കുറച്ച് അകലെ നിൽക്കുന്നത് കാരണം ഭൂമിയിലേക്ക് വരുന്ന ഉൽക്കകളെയൊക്കെ തടയാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഭൂമിയിലെ മറ്റു കാര്യങ്ങൾ നോക്കണമെങ്കിൽ ഇപ്പോൾ ഗ്രീൻ ഹൗസ് എഫക്റ്റിന് ഓസോൺ ലെയർ ആയാലും ശരി, നമുക്കറിയാലോ ഓസോൺ ലെയർ ഒന്നും ഇല്ല എന്നെങ്കിൽ ജീവനൊന്നും ഇവിടെ ഉണ്ടാവില്ല. ഭൂമിയിലുള്ള ജീവനങ്ങൾ എപ്പോഴും നശിച്ചു പോയിട്ടുണ്ടാവും. അപ്പോൾ ഒരുപാട് പ്രൊട്ടക്ഷൻസും ഒരുപാട് കാര്യങ്ങളുടെ എല്ലാം കൃത്യതയെല്ലാം വെച്ചിട്ടാണ് ഈ ഭൂമി ഇവിടെ നിൽക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ ഭൂമിയെ സംരക്ഷിക്കുക, ഇതിനെപോലെ കൊണ്ടു നടക്കുക എന്നുള്ളതൊക്കെ നമ്മുടെ ഉത്തരവാദിത്തം കൂടി. അല്ലാഹു റസൂൽ പറഞ്ഞൊരു ഹദീസ് നമുക്ക് ഓർക്കാം. അതായത് അല്ലാഹു റസൂൽ പറഞ്ഞിട്ടുണ്ട്, ലോകാവസാനം ആകുമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ പോലും ഇത് ലോകാവസാനമായി എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിലൊരു ചെടി ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ചെടി കുഴിച്ചിടാതെ നിങ്ങൾ പോകരുത് എന്നുള്ളത് നമുക്ക് അല്ലാഹു റസൂൽ പറഞ്ഞിട്ടുണ്ട്. കാരണം അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഭൂമി നശിക്കാൻ പോവുകയാണ് എന്നറിഞ്ഞാൽ പോലും ശരി, ഓക്കെ, നമ്മൾ നാളെ പറയാണ് ഭൂമി നശിക്കാൻ പോവുകയാണ്, ഇപ്പം നമ്മൾ എന്തിനാണ് ചെടി കുഴിച്ചിടുന്നത്? പക്ഷെ എന്നാൽ പോലും നിങ്ങൾ ആ ചെടി കുഴിച്ചിടുന്ന സമയം കുഴിച്ചിടണമെന്ന് അല്ലാഹു റസൂൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇതേപോലെ പ്രകൃതി സംരക്ഷിക്കുന്ന കാര്യങ്ങളായാലും ശരി, അല്ലെങ്കിൽ കൂടുതൽ അള്ളാഹുവിൻ്റെ ക്രിയേഷനെ കുറിച്ച് ഒരുപാട് പഠിക്കാനൊക്കെ നമുക്ക് സാധിക്കട്ടെ എന്ന് പറയണം. അൽഹംദുലില്ലാഹ്. താങ്ക് യു.